ഞാനൊരു മധുരപ്രതികാരത്തിൻ്റെ കഥ പറയാം. ഞാൻ 2 ചിത്രങ്ങൾ കാണിക്കാം. ഈ ചിത്രത്തിൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഈ 2 ചിത്രം തമ്മിൽ കണ്ണുകൾ വ്യത്യാസമില്ലേ? ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളൊരു പൊട്ടിപ്പൊളിഞ്ഞൊരു ക്ലാസ് മുറിയിലായിരുന്നു. എൻ്റെ ആ ക്ലാസ്സിലായിരുന്നു ആ സ്കൂളിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കൊണ്ടിടുന്ന ഒരു ക്ലാസ് മുറി. ഏത് ക്ലാസ്സിൽ ബെഞ്ച് പൊട്ടിയാലും ഇവിടെയാണ് കൊണ്ടിടുക. നമ്മളിരിക്കുന്നതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഇതൊക്കെ ഇടാറ്. അപ്പോൾ ഈ ബെഞ്ചിലും ഡെസ്കിലും മുട്ടി എത്രയോ തവണ കുട്ടികളെ നഖം പറഞ്ഞിട്ടുണ്ട്, കാലും മുറിഞ്ഞിട്ടുണ്ട്, നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുമരെന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ചുമരായിരുന്നു. ഒരുപാട് സിമെൻ്റൊക്കെ ഇളകിപ്പോയി. ഒരിക്കലും അത് റിപ്പയർ ചെയ്തില്ല, കാരണം പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്ലാസ് മുറിയായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ചിത്രവും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞാൻ ചെറുതായിട്ട് ചിത്രം വരക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ വരച്ച ചിത്രങ്ങൾക്കൊക്കെ ഒരു മനുഷ്യൻ്റെ തല വരക്കുമ്പോൾ ഈ സൈഡ് കണ്ണ് ഞാൻ വരച്ചത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അകത്ത് ആദ്യം വരച്ച രീതിയിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു ബോധോദയം പോലെ എനിക്ക് പെട്ടെന്ന്, ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഈ കണ്ണ് വരക്കുന്നതിൻ്റെ ഒരു ഐഡിയ പെട്ടെന്ന് വന്നത്. അപ്പോൾ അന്ന് ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടി കുങ്കുമപ്പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കുങ്കുമപ്പൂവ് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ആ ചുവന്ന മണി അത് എടുത്തിട്ട് ഞാൻ ചുമരിൽ വലിയൊരു തല വരച്ചു. ഞാൻ കൈ എത്തിപ്പിടിക്കാൻ അത്രയും പൊക്കത്തിൽ ഒരു വലിയൊരു ഒരു മനുഷ്യൻ്റെ തലേൻ്റെ ഭാഗം. അത് അങ്ങനെ വരക്കാൻ പാടുണ്ടോ വെച്ചാൽ 7ാം ക്ലാസ്സുകാരൻ അത് വരക്കാം. 7ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി അത് വരക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിത് വരച്ച് സൈഡ് ഭാഗം കണ്ണായിരുന്നു. എനിക്ക് ആ കണ്ണങ്ങനെ വരക്കാനുള്ളൊരു വെമ്പലം കൊണ്ടായിരിക്കും ഞാൻ വരച്ചിട്ടുണ്ടാവുക. പിന്നെ പൊളിഞ്ഞ ചുമരായിരുന്നു, മൊത്തം വിണ്ട് കയറി അത്രയും ഇതായ ചുമര. അങ്ങനെ ഇത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ പറയുന്നത്, ടീച്ചർ വരുന്നുണ്ട്, ക്ലാസ് ടീച്ചർ വരുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കും, ടീച്ചർ താഴെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതെനിക്ക് മായ്ക്കാൻ പറ്റില്ല, കാരണം ഞാൻ അവിടെയുള്ളൊരു വെള്ള ചോക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി വരച്ചു. ഇത് മാഞ്ഞു, ആർക്കും മനസ്സിലാവില്ല. പക്ഷേ മറ്റൊരു കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, പെട്ടെന്ന് ടീച്ചറിങ് എത്താനാകുമ്പോഴത്തേന് ഇവൻ ഓടിപ്പോയി ഡസ്റ്റർ എടുത്തിട്ട് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ചത് ഞങ്ങൾ മായ്ച്ചാണ്. അപ്പോഴത്തേക്കും ക്ലാസ് സൈലൻ്റായി. ടീച്ചർ ക്ലാസ്സിൽ വന്ന് ടീച്ചർ അവിടെ പോയി നിന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ടീച്ചർ എന്താണെന്ന് ചോദിച്ചു. പുറകിലേക്ക് എല്ലാവരും ചുമരിലേക്ക് നോക്കുന്നു. ടീച്ചർ തിരിഞ്ഞ് നോക്കുമ്പോൾ വലിയൊരു തല കാണും. ആരെ വരച്ചത് ചോദിച്ചു. അപ്പോൾ അനൂപ് ചന്ദ്രനാന്ന് പറഞ്ഞു. എണ്ണി ചെറുതിച്ച് ടീച്ചർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എന്നെ ഒരുപാട് വേദനിപ്പിച്ച, എൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയ ഒരു വാക്ക്. നീ ചിത്രകാരനൊക്കെ ആയിരിക്കും, നീ ഒരു ചിത്രകാരനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പിന്നെ നീ ആരെ കാണിക്കാനാണ് ഇത് വരച്ചത്, ആരെ അറിയിക്കാനാണ്, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞു. ടീച്ചർ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ടീച്ചറായിട്ടൊരു കുഞ്ഞുമാവിയുണ്ട്. അപ്പോൾ ടീച്ചർ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും എനിക്കറിയില്ല. അത് എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി. പിന്നെ ഞാൻ വരച്ചതിൽ തെറ്റുണ്ടോ ചോദിച്ചാൽ, എത്രയോ കുട്ടികളെ കാലിൽ അപകടം ഉണ്ടായിട്ട് അവിടെ നിന്ന് ആ സാധനം എടുത്ത് മാറ്റാൻ വരെ സ്കൂൾ അധികൃതർ അന്ന് അതിന് തയ്യാറായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ചിത്രം വന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനും തോന്നില്ല. മാത്രമല്ല അന്ന് എനിക്ക് 12-13 വയസ്സ് ഉള്ളൊരു സമയം. ആ പ്രായത്തിൽ അതൊരിക്കലും വലിയ തെറ്റല്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ആ സ്കൂളിൻ്റെ 100ാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായി. 1000 പേരോളം വരുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ഓർമ്മപ്പെയ്ത്ത് എന്ന പേരിൽ അതിൻ്റെ പ്രോഗ്രാം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ മജീദ് മാഷ് ഗ്രൂപ്പിലിട്ട് നമ്മളെ വിളക്കോട് GP സ്കൂളിൻ്റെ പഴയകാല ഫോട്ടോ നമ്മൾ ഒരുപാട് തിരഞ്ഞ് എവിടെയും കിട്ടിയിട്ടില്ല, ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അഥവാ ആർക്കും വരക്കാനോ സാധിക്കുമെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാനിത് മുന്നേ വരച്ചിട്ടുണ്ട്. വിളക്കോട് സ്കൂളിൻ്റെ മുന്നേ പേപ്പറിൽ ഞാൻ വരച്ചിട്ടുണ്ട്, പെൻസിലും പെന്നൊക്കെ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തും കൂടി എന്നോട് പറഞ്ഞു, അനുവനി വരക്കാൻ പറ്റുമെങ്കിൽ വരക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്തൊക്കെയോ പരമായിട്ട് ഞാനന്ന് കുറച്ച് തിരക്കിലാണ്. എന്നാലും എൻ്റെ സ്കൂള് എന്നൊരു ഇതിൽ ഞാൻ അന്ന് രാത്രി തന്നെ ഇത് വരച്ചു. അത് വരച്ച് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി. കാരണം ആ പഴയ സ്കൂള് ഒരിക്കലും നമുക്ക് എവിടെയും അതിന് രേഖകളില്ല, ഫോട്ടോസില്ല, ഒന്നുമില്ല. അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിജിറ്റലായിട്ടൊരു ചിത്രം വരക്കുന്നത്. എനിക്ക് ഡിജിറ്റലായി അങ്ങനെ വരക്കാൻ അറിയില്ല. പക്ഷേ ഞാനത് അന്ന് വരച്ചു, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒന്നിച്ച് പഠിച്ച എല്ലാ കുട്ടികളും എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും പിന്നീട് എൻ്റെ ഒരു ആവശ്യം തന്നെ വന്നു, അങ്ങനെ ചിത്രം അവിടെ വരാൻ വേണ്ടി. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ചിത്രം എന്തുകൊണ്ട് സ്കൂളിൽ ഒരു ഫോട്ടോ അന്ന് എടുക്കാൻ പോലും അന്ന് എടുക്കാൻ നിന്നിട്ടുണ്ടാവില്ല. ഞാൻ ചുമരിൽ കോറിയിട്ടതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും പിന്നീട് എന്നിലൂടെ തന്നെ ആ സ്കൂള് മറ്റുള്ള ആൾക്കാർ കാണുന്ന വിധത്തിലേക്ക് അത് എത്തിയെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.